ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. 6ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ അർദ്ധവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. 2023 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. എക്സാമിൻ്റെ സമയം 2 മണിക്കൂറാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം ഒരു ആവാസ വ്യവസ്ഥയിലുള്ള വിവിധ ജീവികളുടെ ചിത്രങ്ങൾ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ഇവിടെ ഉണ്ടാക്കാനിടയുള്ള 4 ആഹാര ശൃംഖലകൾ എഴുതുക. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും? പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ് എന്ന് പറഞ്ഞ ഒരെണ്ണം ഉണ്ടാക്കാം. പിന്നെ പുല്ല്, മാന്, സിംഹം. പിന്നെ പുല്ല്, കോഴി, കുറുക്കൻ, സിംഹം. പിന്നെ പുല്ല്, കോഴി, സിംഹം. ഇങ്ങനെ 4 ആഹാര ശൃംഖലകൾ ഉണ്ടാക്കാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്ത ആഹാര ശൃംഖല ശ്രദ്ധിക്കൂ. എന്താണ്? പുല്ല്, മാന്, കടുവ. ഈ ആവാസ വ്യവസ്ഥയിൽ കടുവകൾ മുഴുവൻ ഇല്ലാതായാൽ മാനുകൾക്ക് വംശനാശം സംഭവിക്കും എന്നാണ് ഒരു കുട്ടിയുടെ അഭിപ്രായം. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ? ഇനി ഇവിടെ തന്നിട്ടുള്ള ഈ ആഹാര ശൃംഖലയിലെ കടുവ മുഴുവൻ നശിച്ചുപോയി. അപ്പോൾ ഇവിടെ എന്താണ്? മാനുകൾക്ക് വംശനാശം സംഭവിക്കുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താ അതിൻ്റെ ഉത്തരം? അങ്ങനെ മാനുകൾക്ക് എന്താണ് വംശനാശം സംഭവിക്കും? കാരണം എന്താണെന്ന് വെച്ചാൽ കടുവകൾ ഇല്ലാതായാൽ മാനുകളുടെ എണ്ണം എന്താണ്? ക്രമാതീതമായി വർദ്ധിക്കും. അങ്ങനെ അതുമൂലം എന്താണ്? അവയ്ക്ക് ഭക്ഷണത്തിൻ്റെ കുറവ് നേരിടും. അങ്ങനെ അവയ്ക്ക് എന്താണ്? ഭക്ഷണം കിട്ടാതെ വംശനാശം സംഭവിക്കും. ഇനി സി ക്വസ്റ്റ്യൻ, ഒരു ആഹാര ശൃംഖലയിലെ വിവിധ കണ്ണികളെക്കുറിച്ചുള്ള ചില പ്രസ്താവനകൾ ശ്രദ്ധിക്കൂ. 1. ആഹാര ശൃംഖലയിലെ 2ാമത്തെ കണ്ണി എല്ലായ്പ്പോഴും മാംസബുക്കുകൾ ആയിരിക്കും. 2. ആഹാര ശൃംഖലയിലെ 3ാമത്തെ കണ്ണി സസ്യബുക്കുകൾ ആയിരിക്കും. 3. ഉൽപാദകർ എപ്പോഴും ഹരിത സസ്യങ്ങളായിരിക്കും. 4. ആഹാര ശൃംഖലയിലെ അവസാന കണ്ണി വിഘാടകർ ആയിരിക്കും. ഈ പ്രസ്താവനകൾ ശരിയായവ ഏതെല്ലാം? അപ്പോൾ ഈ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ ശരിയായത് ഏതൊക്കെയാണ്? അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? 2 വരുന്നത്. അതായത് പ്രസ്താവന 3ഉം 4ഉം ആണ് ശരി. ഇനി പ്രവർത്തനം 2. ഒരു വടക്കു നോക്കിയ യന്ത്രത്തിൽ കാന്തസൂചി അടക്കം ചെയ്തിരിക്കുന്ന പെട്ടി നിർമ്മിക്കാൻ ഗ്ലാസിന് പുറമെ താഴെ പറയുന്നവയിൽ ഏതു പദാർത്ഥമാണ് തിരഞ്ഞെടുക്കുക? അപ്പോൾ എന്താണ്? വടക്കു നോക്കിയ യന്ത്രത്തിൽ കാന്തസൂചി അടക്കം ചെയ്തിട്ടുള്ള ഒരു പെട്ടി നിർമ്മിക്കുകയാണ്. അപ്പോൾ അതിന് ഗ്ലാസ് വേണം. ഇനി ഗ്ലാസ് കൂടാതെ താഴെ 3 തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് ഉപയോഗിക്കുക എന്നാണ്. അപ്പോൾ താഴെ ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? ഇരുമ്പ്, അലുമിനിയം, നിക്കൽ. അപ്പോൾ ഈ 3 ഏതാണ് നമ്മൾ എന്താണ് ആ പെട്ടി നിർമ്മിക്കാൻ ഉപയോഗിക്കുക? ഇതിൻ്റെ കാരണം വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ഉപയോഗിക്കുന്നത്? അലുമിനിയാണ് ഉപയോഗിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുമ്പും നിക്കലും കാന്തിക വസ്തുക്കളാണ്. അവ ആ കാന്തസൂചിയെ ആകർഷിക്കുന്നു. അപ്പോൾ എന്താണ്? അവയെ പെട്ടി ഉണ്ടാക്കാൻ ഉപയോഗിച്ചാൽ, ഈ ഇരുമ്പും നിക്കലും പെട്ടി ഉണ്ടാക്കാൻ ഉപയോഗിച്ചാൽ കാന്തിക സൂചിക്ക് ശരിയായി കറങ്ങാൻ കഴിയില്ല. അപ്പം അതുകൊണ്ടാണ് അലുമിനിയം മാത്രം ഈ ഒരു പെട്ടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ, കാന്തത്തിൻ്റെ ഏതു സവിശേഷതയാണ് വടക്കു നോക്കിയ യന്ത്രത്തിൽ പ്രയോജനപ്പെടുത്തുന്നത്? ഉത്തരം, കാന്തിക ധ്രുവങ്ങൾ തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ഒരു സവിശേഷതയാണ് അതിനുള്ള കാരണം. ഇനി സി, എ, ബി എന്നീ വസ്തുക്കൾ തമ്മിൽ തുല്യ ആകർഷണം അനുഭവപ്പെടുന്ന 3 സന്ദർഭങ്ങളാണ് നൽകിയിട്ടുള്ളത്. ചിത്രം വിശകലനം ചെയ്ത് ശരിയായ പ്രസ്താവന കണ്ടെത്തി എഴുതുക. 1ാമത്തെ പ്രസ്താവന, എ, ബി എന്നിവ രണ്ടും കാന്തങ്ങളാണ്. 2. എ, ബി എന്നിവ കാന്തിക വസ്തുക്കളാണ്. എ കാന്തവും ബി കാന്തിക വസ്തുവുമാണ്. 4. ബി കാന്തവും എ കാന്തിക വസ്തുവുമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് 4ആണ്. ബി കാന്തവും എ കാന്തിക വസ്തുവുമാണ്. ഇനി പ്രവർത്തനം 3. ഒരു കൃത്രിമ കുളം നിരീക്ഷിച്ചപ്പോൾ കണ്ട കാര്യങ്ങൾ രേഖപ്പെടുത്തിയത് ശ്രദ്ധിക്കും. ജലം, മണ്ണ്, ചെറുപ്രാണികൾ, മത്സ്യങ്ങൾ, തവള ഇവ ഉൾക്കൊള്ളുന്ന ആ കുളം ഒരു ആവാസ വ്യവസ്ഥയാണോ? നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക. ഇതെന്താണ്? ഒരു ആവാസ വ്യവസ്ഥ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉൽപാദകർ ഇല്ല. ഉൽപാദകർ ഇല്ലാതെ എന്താണ്? ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് നിലനിൽക്കാൻ കഴിയില്ല. ഇനി ബി, താഴെ നൽകിയിട്ടുള്ളവയിൽ ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണമായവയും അല്ലാത്തവയും തരം തിരിച്ചെഴുതുക. അപ്പോൾ താഴെ എന്തൊക്കെ തന്നിട്ടുണ്ട്? കൂട്, വീട്, നദി, കുളം, മാളം, കാട്. അപ്പോൾ ഇതിൽ ആവാസ വ്യവസ്ഥയായിട്ട് വരിക നദി, കുളം, കാട്. ബാക്കിയുള്ളവ ആവാസ വ്യവസ്ഥ അല്ല. ഇനി സി, ഒരു ആവാസ വ്യവസ്ഥയിൽ അജീവീയ ഘടകങ്ങൾ സ്ഥിരമായി നിലനിർത്താൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ജീവീയ ഘടകം ഏതാണ്? വിഘാടകർ. ഇനി പ്രവർത്തനം 4. വിവിധ വിഭാഗം ഫലങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ചക്ക, സീതപ്പഴം എന്നിവ സംയുക്ത ഫലങ്ങളാണ്. വെണ്ട, മുന്തിരി എന്നിവ ലഘുഫലങ്ങളാണ്. സീതപ്പഴം, തക്കാളി എന്നിവ പുഞ്ചഫലങ്ങളാണ്. ചക്ക, ബ്ലാക്ക്ബെറി എന്നിവ സംയുക്ത ഫലങ്ങളാണ്. ഇവയിൽ ശരിയായവ കണ്ടെത്തി എഴുതുക. അപ്പോൾ ഇതിൽ ശരിയായത് ഏതാണ്? ആ ടിക്ക് ചെയ്താണ്. വെണ്ട, മുന്തിരി എന്നിവ ലഘുഫലങ്ങളാണ്. ബി, ലഘുഫലം, പുഞ്ചഫലം, സംയുക്ത ഫലം എന്നിവയുടെ സവിശേഷതകൾ എഴുതുക. അതാണ് അവിടെ മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് എന്താണ്? ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ വെച്ചെങ്കിൽ ഈ ഫലങ്ങളെ ലഘുഫലങ്ങൾ എന്ന് പറയുന്നു. ഇനി ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയും?
പുഞ്ചഫലങ്ങൾ എന്ന് വിളിക്കുന്നു. ഇനി ഒരു പൂവിലെ ഫലങ്ങളെല്ലാം ഒരു പൊതു ആവരണത്തിനുള്ളിൽ ഒരൊറ്റ ഫലമായി ക്രമീകരിച്ചിരിക്കുന്ന ഇത്തരം ഫലങ്ങളെ സംയുക്ത ഫലങ്ങൾ എന്ന് പറയുന്നു. ഇനി സി, താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? 1 ആപ്പിൾ, 2 കശുമാങ്ങ, 3 സഫർജില്ലി, 4 ചാമ്പക്ക. അപ്പം അതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? കശുമാങ്ങ. പ്രവർത്തനം 5, ഞാൻ കൊഴുപ്പടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ടീച്ചർ പറയാണ് പാടില്ല. അപ്പോൾ എ, കുട്ടിയുടെ അഭിപ്രായത്തോട് ടീച്ചർ വിയോജിക്കാൻ കാരണമെന്ത്? കാരണം എന്താണെന്ന് വെച്ചാൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളുണ്ട്. അപ്പോൾ കൊഴുപ്പ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിന് ആ വിറ്റാമിനുകളൊക്കെ കിട്ടുക. ഇനി ബി, കൊഴുപ്പ് ഭക്ഷണത്തിൽ അധികമാകുന്നതും കൊണ്ടുള്ള ദോഷങ്ങൾ എഴുതുക. അപ്പോൾ എന്തൊക്കെ ദോഷങ്ങളാണെന്ന്? ഹൃദ്രോഗങ്ങൾ ഉണ്ടാവും, പിന്നെ രക്തസമ്മർദ്ദം. ഇനി സി, ശരീരത്തിൽ കൊഴുപ്പിൻ്റെ അളവ് നിയന്ത്രിച്ചു നിർത്താൻ പാലിക്കേണ്ട ചില ശീലങ്ങൾ നൽകിയിരിക്കുന്നു. ഇവ വിശകലനം ചെയ്ത് ശരിയായ പ്രസ്താവന കണ്ടെത്തി എഴുതുക. അപ്പോൾ ഇതിൽ 1ഉം 2ഉം ആണ് ശരി. ഒന്നാമത്തെ എന്താണ്? ദിവസവും വ്യായാമം ചെയ്യുക. രണ്ടാമത്തെ എന്താണ്? വറുത്തതും പൊരിച്ചതുമായ ആഹാര സാധനങ്ങൾ കുറക്കുക. അത് 2ഉമാണ് ശരി. പിന്നെ മൂന്നാമത്തെ എന്താണ്? ധാരാളം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കരുത്. നാലാമത്തെ അന്നജം മാത്രം അടങ്ങിയ ഭക്ഷണം ശീലിക്കുക. അപ്പം അതിൽ ഉത്തരമായിട്ട് വരെ 1ഉം 2ഉം ആണ്. ഇനി അടുത്തത് പ്രവർത്തനം 6, ചുവടെ കൊടുത്തിരിക്കുന്ന ചില സന്ദർഭങ്ങൾ ശ്രദ്ധിക്കും. സന്ദർഭം 1, ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം. സന്ദർഭം 2, ട്യൂണിംഗ് ഫോർക്കിന്റെ ചലനം. എ, 2 സന്ദർഭങ്ങളിലും സംഭവിക്കുന്ന ചലനങ്ങളുടെ പേരെഴുതുക. ഏതെങ്കിലും ഒരു ചലനത്തിന്റെ പ്രത്യേകത വിശദമാക്കുക. അപ്പോൾ ഒന്നാമത്തെ സന്ദർഭത്തിന്റെ ഉത്തരം എന്താണ്? ദോലനം. രണ്ടാമത്തത് കമ്പനം. ഇനി ദോലനം എന്താണെന്നും കമ്പനം എന്താണെന്നും പറയേണ്ട ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അപ്പോൾ കമ്പനം എന്ന് പറഞ്ഞാൽ ദ്രുതഗതിയിലുള്ള ദോലനങ്ങളുടെ എണ്ണമാണ് കമ്പനം. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെയാണ് കമ്പനം എന്ന് വിളിക്കുന്നത്. ഇനി ദോലനം എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ വസ്തു ഒരു തുലനാവസ്ഥയെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. ഇനി ബി, ഓരോ ചലനത്തിനും മറ്റ് 2 ഉദാഹരണങ്ങൾ വീതം എഴുതുക. ഇനി ദോലനത്തിനുള്ളൊരു ഉദാഹരണമാണ് ഊഞ്ഞാലാടുന്നത്. കമ്പനത്തിനുള്ള ഉദാഹരണമാണ് ഗിത്താർ വായിക്കുമ്പോൾ കമ്പിയുടെ ചലനം. ഇനി സി, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭ്രമണചലനത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? അപ്പോൾ രണ്ടാമത്തതാണ് ശരിയല്ലാത്തത്. എന്താണ്? ഭ്രമണചലനം എപ്പോഴും ഒരു വൃത്താകാര പാതയിലൂടെയാണ്. പ്രവർത്തനം 7, ഒരു പ്രദേശത്തെ വിദ്യാലയത്തിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിൽ ഭൂരിപക്ഷം കുട്ടികളും നിശാന്തത കണ്ടെത്തി. ഭക്ഷണത്തിലൂടെ പരിഹരിക്കാവുന്ന രോഗമാണിതെന്ന് ഡോക്ടർ പറഞ്ഞു. ഇവർക്കായി ഡോക്ടർ നിർദ്ദേശിച്ച ഭക്ഷ്യവസ്തുക്കളെ ലിസ്റ്റ് എഴുതുക. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് മുകളിൽ എഴുതിയിട്ടുള്ളത്. എന്തൊക്കെയാണ്? വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്. ഏതൊക്കെയാണ്? ക്യാരറ്റ്, ചീര, പാല്, പയറില. ഇനി ബി, ആഹാര സാധനങ്ങൾ തുറന്നു വെച്ച് വേവിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി. ഇനി സി, രാമു തൻ്റെ ആഹാരത്തിൽ പാൽ, കടൽ മത്സ്യങ്ങൾ എന്നിവ ധാരാളമായി ഉപയോഗിക്കാറുണ്ട്. എങ്കിലും അവന് കാൽസ്യത്തിൻ്റെ അപര്യാപ്തത ഉള്ളതായി ഡോക്ടർ കണ്ടെത്തി. ഈ അവസ്ഥയ്ക്കുള്ള കാരണം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തി എഴുതുക. അപ്പോൾ അതിനുള്ള കാരണം എന്താണ്? മൂന്നാമത്തതാണ് മതിയായ അളവിൽ സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുക. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് ആ കുട്ടിക്ക് എന്താണ്? കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞത്. ഇനി പ്രവർത്തനം 8, ഒരു ക്ലോക്കിലെ പൽചക്രത്തിൻ്റെ ചിത്രീകരണം ശ്രദ്ധിക്കും. എ, ബി, സി എന്നീ പൽചക്രത്തിൽ ഏതിനോടെല്ലാമാണ് മിനിറ്റ് സൂചി, സെക്കൻഡ് സൂചി, മണിക്കൂർ സൂചി എന്നിവ ഘടിപ്പിക്കേണ്ടതെന്ന് കണ്ടെത്തി എഴുതുക. അപ്പോൾ എനോടാണ് മണിക്കൂർ സൂചി ഘടിപ്പിക്കേണ്ടത്, ബിനോട് മിനിറ്റ് സൂചി, സിനോട് സെക്കൻഡ് സൂചി. ഇനി ബി, നിങ്ങളുടെ കണ്ടെത്തലിന് വിശദീകരണം നൽകുക. അതായത് പല്ലുകളുടെ എണ്ണം കുറഞ്ഞ ചെറിയ പൽചക്രം വേഗത്തിലും എണ്ണം കൂടിയ പൽചക്രം എന്താണ്? സാവധാനത്തിലുമാണ് കറങ്ങുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ. ഇനി സി, എം എന്ന പൽചക്രം കറങ്ങുന്നതിൻ്റെ എതിർദിശയിൽ കറങ്ങുന്ന പൽചക്രം ഏത്? അതിൻ്റെ ഉത്തരം 4ആണ് വരിക. പൽചക്രം എയും ബിയും സിയും. ഇനി പ്രവർത്തനം 9, എ, സ്കൂളിൽ നിന്ന് കയറ്റവും ഇറക്കവും വളവുമുള്ള ഒരു പാതയിലൂടെ സൈക്കിൾ ഓടിച്ചാണ് ബാബു വീട്ടിലെത്തിയത്. അവൻ സൈക്കിളിൽ ബലം പ്രയോഗിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളും ബലപ്രയോഗത്തിൻ്റെ ലക്ഷ്യങ്ങളും എഴുതി പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ ബലം പ്രയോഗിച്ച സന്ദർഭം സൈക്കിൾ ഓടിക്കാൻ തുടങ്ങുമ്പോൾ. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നിശ്ചലമായ സൈക്കിളിനെ ചലിപ്പിക്കുന്നു. ഇനി 2, സൈക്കിൾ നിർത്തുമ്പോൾ അതിൻ്റെ ലക്ഷ്യം ചലിക്കുന്ന സൈക്കിളിനെ നിശ്ചലമാക്കാൻ. 3, വളവുള്ള പാതയിൽ സഞ്ചരിക്കുമ്പോൾ അത് ചലിക്കുന്ന സൈക്കിളിൻ്റെ ദിശ മാറ്റാൻ. 4, സൈക്കിളിൽ ഇറങ്ങുമ്പോൾ ചലിക്കുന്ന സൈക്കിളിൻ്റെ വേഗത കുറക്കാൻ. 5, മറ്റൊരു സൈക്കിളിനെ മറികടക്കുമ്പോൾ ചലിക്കുന്ന സൈക്കിളിൻ്റെ വേഗത കൂട്ടാൻ. ഇനി ബി, സൈക്കിളിൻ്റെ ടയറിൻ്റെ ചലനം പരിഗണിച്ചാൽ താഴെ പറയുന്നവയിൽ ബാധകമല്ലാത്ത ചലനം ഏതാണ്? ദോലനം. ഇനി 10ാമത്തെ പ്രവർത്തനം. ഇനി പ്രവർത്തനം 10, ചുവടെ കൊടുത്തിരിക്കുന്ന ഊർജ്ജമാറ്റം ശ്രദ്ധിക്കൂ. വൈദ്യുതോർജ്ജം എന്താണ്? യാന്ത്രികോർജ്ജം, താപോർജ്ജം, ശബ്ദോർജ്ജമായിട്ട് മാറണം. ഇത്തരം ഊർജ്ജമാറ്റം സംഭവിക്കുന്ന 2 സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതുക. എന്തൊക്കെയാണ്? ഒന്ന് ഫാൻ കറങ്ങുന്നു, പിന്നെ ഒന്ന് മിക്സി പ്രവർത്തിക്കുന്നു. ബി, 2 സന്ദർഭങ്ങളിലും പ്രയോജനപ്പെടുത്തുന്ന ഊർജ്ജരൂപവും പാഴാക്കുന്ന ഊർജ്ജരൂപവും കണ്ടെത്തി പട്ടികപ്പെടുത്തുക. അപ്പോൾ 2 സന്ദർഭങ്ങളിലും
പ്രയോജനപ്പെടുത്തുന്നത് എന്താണ്? യാന്ത്രികോർജ്ജമാണ്. പാഴാക്കുന്നത് ശബ്ദോർജ്ജവും താപോർജ്ജവുമാണ്. ഇനി സി, താഴെ തന്നിരിക്കുന്നവയിൽ ഊർജ്ജനഷ്ടം പരമാവധി കുറഞ്ഞ ഉപകരണം ഏത്? LED ബൾബ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് 10 പ്രവർത്തനങ്ങളാണുള്ളത്. നമ്മൾ 10 പ്രവർത്തനങ്ങളും നോക്കി. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.